ഹായ് ഫ്രണ്ട്സ്, ഇത് പൾസർ 150 BS4 ബൈക്കാണ്. അതുകൊണ്ട് ഇത് ഈ വണ്ടി ഒരു പിസ്റ്റൺ വർക്ക് ആയതാണ്. പിസ്റ്റൺ റണ്ണിങ്ങിൽ ഓടുമ്പോൾ നിന്ന് പോയെന്നാണ് നമ്മൾ കസ്റ്റമർ പറഞ്ഞ് നമ്മളെ ഷോപ്പ് കൊണ്ടുവന്നത്. നമ്മൾ പിസ്റ്റണൊക്കെ പുതിയതിട്ട് സിലിണ്ടർ സെറ്റൊക്കെ മാറ്റിയപ്പോൾ കണ്ടെന്ന് വെച്ചാൽ ക്ലച്ച് കവർ അയച്ചു നോക്കിയതാണ്. നമ്മൾ ക്ലച്ച് കവർ ഈ ഓയിൽ പമ്പിങ് എന്തായാലും നോക്കണം. ഇഞ്ചി പണി കഴിഞ്ഞാലും പിസ്റ്റൺ വർക്കൊക്കെ കഴിഞ്ഞാൽ നോക്കുമ്പോഴല്ലേ കംപ്ലീറ്റ് ബ്ലോക്ക് ആയി കിടക്കുന്നത്. നമ്മൾ കസ്റ്റമറോട് ചോദിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞ് ഞാൻ കറക്റ്റ് കിലോമീറ്ററിലൊക്കെ ഓയിൽ മാറ്റുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് ഓയിലാണ് ഒഴിക്കൽ, ഗ്രേഡൊക്കെ കറക്റ്റാണ് ഒഴിക്കൽ എന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇത് പമ്പിൽ നിന്നാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പമ്പിലൊക്കെ ഓയിൽ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരും അവരും ആരും കുറ്റം പറയാല്ലോ. അപ്പോൾ അവർക്ക് ഗ്രേഡോ കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇത് BS4 പുതിയ വണ്ടിയാണ്. അതുകൊണ്ട് ഈ ഒരു കറക്റ്റ് പോപ്പുലറായിട്ട് പമ്പിങ് നടക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. കണ്ടോ, ഇത് വേറൊരു വണ്ടി ഞാൻ അയച്ചു വെച്ച് എഞ്ചിൻ അയച്ചു വെച്ചതിൻ്റെ ഒരു പമ്പാണ്. കണ്ടോ, ഇത് കണ്ടോ, അത്രയും ഫിൽറ്റർ ക്ലീനായി എടുക്കണം നമ്മൾ ഈ ഓയിൽ സർക്കുലേഷൻ എല്ലായിടത്തും എത്താൻ സിലിണ്ടറിലേക്ക് ഇടയിലേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഈ ഒരു പൾസർ ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് വന്നത്. നിങ്ങൾക്കാർക്കും വരാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കാര്യം പറയുന്നത്. നോക്കും, ഈ ഒരു ഓയിൽ പമ്പിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ഓയിലിൻ്റെ ഗ്രേഡൊക്കെ മാറി ലോക്കൽ ഓയിലൊക്കെ വയ്ക്കുമ്പോൾ ഇതിൽ കറയും കാര്യങ്ങളൊക്കെ ക്ലച്ച് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും അടുത്ത വീഡിയോ കാണാം.